ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ വർക്കൗട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് 18 സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 90 ക്വസ്റ്റൻസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ തന്നെ CGLന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വരായിരിക്കുന്ന SSCയുടെ ഏതെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി ആ വീഡിയോസ് എല്ലാം തന്നെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വരാനിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റിൽ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോസ് കാണുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ഇനി വരാനിരിക്കുന്ന CGLന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് അതുപോലെ റെയിൽവേയുടെ ഒക്കെ ബാക്കിയുള്ള എല്ലാ എക്സാംസിന്റെയും പ്രീവിയസ് ക്വസ്റ്റൻസിന്റെ ആ ഒരു വർക്കൗട്ടും സൊല്യൂഷൻസും വേണ്ടി ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കാം. സോ നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മുടെ ബാക്കിയുള്ള CGLന്റെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. നമുക്ക് കാൽക്കുലേറ്റീവ് ആംഗിളിൽ വളരെയധികം കാൽക്കുലേറ്റീവ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സും കാണാൻ പറ്റും, എന്തുമാത്രം വലിയ വാല്യൂസ് ആണ് ആൻസേഴ്സിലും തന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എച്ച് പവർ 4 പ്ലസ് 1/(x⁴) ഈക്വൽ ടു 2207, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പവർ 7 പ്ലസ് 1/(x⁴) എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പവർ 7 പ്ലസ് 1/(x⁴) എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോക്കാം. സോ എക്സ് പവർ 7 പ്ലസ് 1/(x⁴). അപ്പൊ നമുക്ക് തന്നേക്കുന്നത് തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് പവർ 7 വരണമെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്കിവിടെ x⁴ തന്നിട്ടുണ്ട്. അപ്പൊ x⁴ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, x⁴ പ്ലസ് x⁴ ഇൻറ്റു x⁴ നമുക്ക് ചെയ്യുമ്പോൾ പവേഴ്സ് എന്താവും, ആഡ് ആവും. x⁴ ഇൻറ്റു എക്സ് ക്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പവേഴ്സ് എന്താവും, ആഡ് ആയിട്ട് x⁴ പ്ലസ് എക്സ് ക്യൂബ് നമുക്ക് ആ 4 + 3 7 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന x⁴ പ്ലസ് 1/(x⁴) ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1/(x⁴). അപ്പോൾ നമുക്ക് ഈ x⁴ പ്ലസ് 1/(x⁴) കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു x⁴ പ്ലസ് 1/(x⁴) ഇൻറ്റു x⁴ പ്ലസ് 1/(x³ പ്ലസ് 1/(x³ നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ x⁴ ഇൻറ്റു x³ ചെയ്യുമ്പോൾ നമുക്ക് ആ പവേഴ്സ് ആഡ് ആയിട്ട് x⁴ എന്ന് വരും. അതേപോലെ 1/(x⁴) ഇൻറ്റു 1/(x³ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് 1/(x⁴) എന്ന് വരുന്ന പവേഴ്സ് അഗെയിൻ ആഡ് ആവും. പക്ഷെ ഒരുപാട് പേരും ചെയ്യാൻ നേരത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല അവിടെ നിന്ന് വരുന്നത്, ഇതിൽ കൂടുതൽ ടേംസ് വരും. അപ്പൊ അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കിവിടെ എത്ര ടേംസ് ഉണ്ട്, ഈ ഒരു ബ്രാക്കറ്റിൽ 2 ടേംസ് ഉണ്ട്, ഈ ഒരു ബ്രാക്കറ്റിൽ എത്ര ടേംസ് ഉണ്ട്, 2 ടേംസ് ഉണ്ട്. ഇടയ്ക്ക് ഇൻറ്റു അല്ലേ, അങ്ങനെയാണെങ്കിൽ 2 × 2 എത്ര വരും, 4 വരും. സോ 2 ടേം ഇൻറ്റു 2 ടേം ചെയ്യുമ്പോൾ 4 ടേംസ് വരണം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കില്ല, അത് കൂടാതെ അഡീഷണൽ വരുന്ന ടേംസിനെ നമ്മളോട് കൺസിഡർ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ പ്ലസ് ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ x⁴ ഇൻറ്റു നമ്മൾ ഇവിടുത്തെ 1/(x³ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ് മാത്രം വരും. ബിക്കോസ് x⁴ ഇൻറ്റു 1/(x³ ചെയ്യുമ്പോൾ ക്യൂബും പവർ 4ഉം ക്യാൻസൽ ആയിട്ട് ഒരു എക്സ് മാത്രം ബാക്കി വരും. പ്ലസ് അതേപോലെ തന്നെ 1/(x⁴ ഇൻറ്റു x³ ചെയ്യുമ്പോൾ നമുക്ക് ആ x³ താഴത്തെ x⁴ഉം ക്യാൻസൽ ആയിട്ട് ഒരു 1/x നമുക്ക് ബാക്കി വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ഇനി ആവശ്യമുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് ആൻഡ് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് x⁴ പ്ലസ് 1/(x⁴) നമുക്ക് ഓൾറെഡി അറിയാം, തന്നിട്ടുണ്ട് 2207 ആണെന്ന്. പക്ഷേ നമുക്ക് x³ പ്ലസ് 1/(x³ നമുക്ക് അറിയത്തില്ല, നമുക്ക് അത് കണ്ടുപിടിക്കണം. ഇനി ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടിയത് ഇതാണ്. ആൻഡ് നമുക്ക് x പ്ലസ് 1/(x) നമുക്ക് അറിയത്തില്ല, നമുക്ക് ആദ്യം വേണം. സോ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കാര്യങ്ങളെ ഡിറ്റർമൈൻ ചെയ്യാം ആദ്യമേ. സോ അതെങ്ങനെ ചെയ്യാം? സോ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വാല്യൂസിനെ നമുക്ക് യൂസ് ചെയ്യാം. സോ x⁴ പ്ലസ് 1/(x⁴). അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ റെഡ്യൂസ് ചെയ്ത് x പ്ലസ് 1/x എത്തിക്കണം. സോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന x⁴ പ്ലസ് 1/(x⁴) ഈക്വൽ ടു നിങ്ങൾക്ക് 2207 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ പവർ 4നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഏതിലേക്കായിരിക്കും വരുന്നത്, സ്ക്വയറിലേക്കായിരിക്കും വരുന്നത്. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. സോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് x² പ്ലസ് 1/(x² കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു നിങ്ങൾക്ക് ആ തന്നേക്കുന്ന ആ ഒരു വാല്യൂ എടുക്കുക 2207. അതിന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്യുക ആൻഡ് ദെൻ അതിന്റെ റൂട്ട് എടുക്കുക, ഫുൾ റൂട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ
2209 എന്ന് വരും. ആൻഡ് റൂട്ട് ഓഫ് 2209 എന്ന് പറയുന്നത് 47 സ്ക്വയർ ആണ് ആ ഒരു തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടുന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ത് വരും? 47 വരും. നമുക്ക് ഇതിനെ ഫെർദർ റെഡ്യൂസ് ചെയ്യണം. സോ ഫെർദർ റെഡ്യൂസ് ചെയ്യാം ബിക്കോസ് നമുക്ക് വേണ്ടി എക്സ് പ്ലസ് 1/x. സോ അഗെയിൻ എക്സ് പ്ലസ് 1/x കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ കിട്ടിയ 47 എടുക്കുക, അതിൻ്റെ കൂടെ ഒരു 2 കൂടി ആഡ് ചെയ്യുക, ആൻഡ് ദെൻ അതിന്റെ ഫുള്ള് റൂട്ട് എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ 47 + 2 നമുക്കറിയാം 49 എന്ന് വരും. ആൻഡ് റൂട്ട് ഓഫ് 49 നമുക്ക് എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ കിട്ടി. എക്സ് പ്ലസ് 1/x = 7 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എക്സ് പ്ലസ് 1/x ഇതിന്റെ വാല്യൂ എന്താണ്? 7 ആണ്. നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? x³ + 1/x³ വേണം. അതും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് പ്ലസ് 1/x കിട്ടിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ x³ + 1/x³ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയേക്കുന്ന 7 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ആണ് a³ - 3a എന്ന് പറയുന്നത്. അതിൽ a എന്ന് പറയുന്നത് നമ്മുടെ ഈ 7 ആണ്. ലൈക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന x + 1/x = എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ a എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7 ക്യൂബ് - 3 × 7. സോ 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. -3 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. സോ അത് രണ്ടുകൂടി നമ്മളൊന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 3, 4 ന് 2 പോയാൽ നമുക്ക് 2 എന്ന് വരും. ആൻഡ് 3 ന് 1 പോയാൽ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് x³ + 1/x³ വാല്യൂ 322 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഇതിന്റെ വാല്യൂ 322 എന്ന് വരും. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസർ എടുക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ ഇനി വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് x⁻7 + 1/x⁻7 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഇടയ്ക്ക് ഇൻറ്റു ആണ്. സോ ഈ രണ്ട് വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ x + 1/x ഇവിടെ പ്ലസ് അല്ലേ? അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആകും. അപ്പോൾ അത് ജസ്റ്റ് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് 7 മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഇനിയുള്ള പ്രശ്നം നമുക്ക് ആ 2207 × 322 - 7 ലൈക്ക് എൻ്റെ ഒരു ഫൈനൽ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. 2207 × 322 നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 7 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -7 വരും. നമുക്ക് ഇത് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. പക്ഷേ അഗൈൻ ഇനി ഇത് സോൾവ് ചെയ്യുന്നത് വളരെയധികം നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ഒരുപാട് സമയം പോകും. സോ എങ്ങനെ പെട്ടെന്ന് ആൻസർ എടുക്കാം? ജസ്റ്റ് എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യുക. 7ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 14 എന്ന് വരും അല്ലെ? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഇനി 4ൽ നിന്ന് നമ്മൾ 7 മൈനസ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരാൻ പോകുന്നത്? 14 - 7 നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 7 തന്നെ അല്ലേ വരാൻ പോകുന്നത്? സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് വരുമോ? ഓപ്ഷനിൽ അവസാനത്തെ ഡിജിറ്റ് 7 ഏത് ഓപ്ഷനിലാണുള്ളത്? ഓപ്ഷൻ ബി ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇപ്പൊ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം പോകാൻ ഓൾറെഡി നമ്മൾ ഒരുപാട് സമയം പോയി അല്ലെ? ഇത്രയും വലിയ കാൽക്കുലേഷൻസ് ചെയ്യാൻ. പക്ഷേ ആ ക്വസ്റ്റ്യൻ അത്രയും വലുതാണ്. പക്ഷേ ഏറ്റവും അവസാനം ഒരുപാട് സമയം പോകാൻ സാധ്യതയുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഏറ്റവും അവസാനം വന്നത്. പക്ഷേ ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് സമയം കളയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാം. സോ ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതും ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ അതിനെ വളരെ സിമ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊക്കെ പല വാല്യൂസ് എസ്പെഷ്യലി ആ 7 എന്ന് പറയുന്ന വാല്യൂ അതുപോലെ 322 എന്നൊക്കെ പറയുന്ന വാല്യൂസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ എടുക്കാവുന്നതാണ്. വൺസ് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മേളത്തെ സ്റ്റെപ്പ് മാത്രം നിങ്ങൾക്ക് ആ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ ഇത്രയും സ്റ്റെപ്സ് വരത്തില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഒരു 4 സ്റ്റെപ്സ് ആണ്, 4 ലൈനാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്കത് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് മാത്രം ആൻസർ ചെയ്താൽ മതിയെങ്കിൽ അത്രയും പോലും സ്റ്റെപ്സിന്റെ ആവശ്യം വരത്തില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ അതൊരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റിനെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ എപ്പോഴും കാണുന്ന പോലത്തെ ഒരു രീതിയിലല്ല ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. നമുക്ക് തന്നേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് 2 വിൽ പ്രൊവൈഡ് മോർ വോളിയം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഒരു ക്യൂബോയിഡിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. ക്യൂബിന്റെ എഡ്ജ് 7 സെന്റിമീറ്ററും നമ്മുടെ ക്യൂബോയിഡിന്റെ സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്ന ഒരു ക്യൂബോയിഡിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്? ആൻഡ് എങ്ങനെയാണ് ഒരു ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത്? എ ക്യൂബ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ L × B × H എന്ന് പറയുമ്പോൾ 6 × 7 × 8 എന്ന് വരും. ആൻഡ് നമ്മുടെ എ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 7ന്റെ ക്യൂബ് എന്ന് വരും. സോ 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 343 ആണ്. ആൻഡ് നമ്മുടെ LBH എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു 6 × 7 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ 6 × 7 നമുക്ക് 7 6 42 എന്ന് വരും. സോ 42 × 8. സോ 42 × 8 എന്ന് പറയുമ്പോൾ 2 × 8 16ഉം 4 × 8
4 into 8 32 and then 33. So 336 എന്ന് നമുക്ക് അതിന്റെ വാല്യൂ വരും. ഇനി നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ ഓപ്ഷനിൽ നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് തന്നെ ഇതിൽ ഏതാണ് ഏറ്റവും വലിയ വോളിയം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആണ് ഏതിന്റെ വോളിയം ആണ് കൂടുതൽ, ക്യൂബിന്റെ വോളിയം ആണ് കൂടുതൽ, ഹയർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഈ വാല്യൂ ഗ്രേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് പോവാം. ക്യൂബ് വിൽ ഹാവ് മോർ വോളിയം, അത് ശരിയാണ്, ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ബോത്ത് വിൽ ഹാവ് ഈക്വൽ വോളിയം, ഓക്കെ, അത് തെറ്റാണ്. വോളിയം എച്ച്, അത് തെറ്റാണ്. ക്യൂബോർഡ് വിൽ ഹാവ് മോർ വോളിയം അല്ല, നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. ക്യാൻ നോട്ട് ബി ഡിറ്റർമൈൻ, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, സോ അതും തെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്ത് വരും ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ചോദിക്കുന്നത് വിട്ട് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു, വലിയ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പെർസെൻറ്റേജിന്റെ സക്സസീവ് ആ ഒരു പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനുള്ള ടോട്ടൽ നെറ്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഡിസ്കൗണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡിസ്കൗണ്ട് 15% വില കുറയുന്നു, ഡിസ്കൗണ്ട് വരുന്നു. ആൻഡ് അടുത്തത് 5% വില കുറയുന്നു. ആൻഡ് ഓൾറെഡി നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. നമ്മൾ പലവട്ടം നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസ് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ടാണ് എടുക്കേണ്ടത്, ഡിക്രീസ് എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ മൈനസ് എന്നൊരു ആംഗിളിലാണ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. അതിൽ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. നമുക്ക് ഇവിടെ 2 ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വില കുറയുവാണ് അല്ലെ, സോ ഡിക്രീസ് വരും. അപ്പോൾ നമുക്ക് അതൊരു പോസിറ്റീവ് ഫീൽ ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നെങ്കിലും അതിന്റെ ആക്ച്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വില കുറയുവാണ്, ഡിക്രീസ് ആവുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് ഒന്ന് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -15 -5 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്ന് വരും, ദെൻ 15 into 5/100 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ -5 -15 എന്ന് പറയുമ്പോൾ -20 എന്ന് വരും. നമുക്ക് അവിടെ നിന്ന് പ്ലസ് 15 into 5 75 എന്ന് വരും. 75/100 എന്ന് പറയുമ്പോൾ നമുക്കത് 3/4.75 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 20 0.75 മൈനസ് ആയാൽ നമുക്കത് -19.25 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്, 19.25% ഡിസ്കൗണ്ട് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ ആ മൈനസ് ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്ന എന്തിനെയാണ്, ഡിസ്കൗണ്ടിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. വില കുറയുന്നു എന്നുള്ളതാണ് ആ മൈനസ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ചെറിയ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആണ്, പക്ഷെ തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് തന്നിരിക്കുന്നത്. സോ സിംപ്ലിഫൈ എക്സ് പ്ലസ് 3 into y പ്ലസ് എക്സ് മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3y പ്ലസ് 3x മൈനസ് 2 into 3 6 എന്ന് വരും. അഗൈൻ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ മൈനസ് എക്സ് ആൻഡ് മൈനസ് വൈ എന്ന് വരും. നമുക്ക് ഇനി ഇവിടെ നോക്കിയാൽ ഒരു പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, സോ അത് ക്യാൻസൽ ആകും. നമുക്ക് ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈനസ് വൈയും ഒരു പ്ലസ് 3y ഉണ്ട് ആൻഡ് ഒരു പ്ലസ് 3x ഉണ്ട്. സോ ആദ്യം ആ പ്ലസ് 3x നമുക്ക് ഇനി എടുക്കാം. ദെൻ പ്ലസ് 3y മൈനസ് y നമുക്കത് 2y എന്ന് വരും. ദെൻ അവിടെ ഒരു മൈനസ് 6 ഉണ്ട്. സോ 3x പ്ലസ് 2y മൈനസ് 6 ആണ് നമുക്ക് അവിടെ ഫൈനലി വരുന്ന ആൻസർ. സോ ഓപ്ഷൻസിൽ വരുമ്പോൾ 3x പ്ലസ് 2y മൈനസ് 6 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി, നമുക്ക് അവിടെ വേറെ വലിയ സ്റ്റെപ്സ് ഒന്നും തന്നെ വരുന്നില്ല. ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. റിലേറ്റീവ് സ്പീഡിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റൻ നോക്കാം. എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 97 മീറ്റർ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനിഷ്യൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് 97 മീറ്റർ ആണ്. The thief starts running and the policeman chases him. The thief and the policeman run at the speed of 21 meter per second and 23 meter per second എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ആ പോലീസും തീഫിന്റെയും റിലേറ്റീവ് ആയിട്ടുള്ള അവർ തമ്മിലുള്ള സ്പീഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. റിലേറ്റീവ് സ്പീഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് 23 മൈനസ് 21. അപ്പൊ എന്തുകൊണ്ടാണ് മൈനസ്, രണ്ടുപേരും ഒരേ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, മൈനസ് വരും. അതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരും, പ്ലസ് വരും. സോ 23 മൈനസ് 21 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് നമുക്ക് കിട്ടും. ചോദിക്കുന്ന വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദി പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ആ പോലീസ്മാൻ തീഫിനെ പിടിക്കാൻ എടുക്കുന്ന സമയം. സോ ടൈം എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 97 ആൻഡ് റിലേറ്റീവ് സ്പീഡ് എന്താണ് 2. അങ്ങനെയാണെങ്കിൽ 97/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, 48.5 സെക്കൻഡ്സ് എന്ന് നമുക്ക് ആൻസർ വരും.
ഓക്കെ, നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് നമുക്ക് നല്ലപോലെ അറിയാമെങ്കിൽ നമ്മുടെ അതിന്റെ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് തന്നെ പോകും. അത്ര എളുപ്പമുള്ള ടോപ്പിക്കാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ദാറ്റ് ഇതേപോലെ ഓപ്പോസിറ്റ് ആണ് പോകുന്നെങ്കിൽ പ്ലസ് വരും, അതുപോലെ തന്നെ നമുക്ക് സെയിം ഡയറക്ഷൻ ആണ് പോകുന്നെങ്കിൽ അത് മൈനസ് ആയിരിക്കും ആകുന്നത്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു റിലേറ്റീവ് ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് കൂടി ഇവിടെ വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഓടാൻ തുടങ്ങുമ്പോൾ ആ 97 മീറ്റർ എന്നുള്ളത് എന്താവും, തമ്മിൽ കുറഞ്ഞ് നമുക്കത് 0 ആകുമ്പോഴാണ് പോലീസ് തീഫിനെ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് സംഭവിക്കുകയാണ്, അത് കുറഞ്ഞ് 0 ആകുമ്പോഴാണ് നമുക്ക് പോലീസ് തീഫിനെ പിടിക്കുന്നത്. ക്ലിയർ? സോ നമ്മൾ ഈ ഒരു സെഷനിലും SSC CGLന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. സോ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. നമുക്ക് ഇനി വരാനിരിക്കുന്ന സെഷനിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ റിമൈനിങ് നേരത്തെ നടന്നിട്ടുള്ള സെഷൻസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചാനലിൽ ചെയ്യുന്ന പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി വരുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി ആൻഡ് വരാനിരിക്കുന്ന CGLന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്തിരുന്ന വിഷയമായിരുന്നു. സോ കമ്മിങ് സെഷൻസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.